ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസാണ്. അതിനായിട്ട് നമുക്ക് ആദ്യം അരി വേവിക്കാം. അരി വേവിക്കാനായിട്ട് ഞാൻ വെള്ളം എടുത്ത് വച്ചിരിക്കുകയാണ്. അതിലോട്ട് 1/4 ഗ്ലാസ് അരി ഞാൻ ഇടുകയാണ്. അതിനെ കഴുകി വെള്ളത്തിലിടണം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അടച്ചു വയ്ക്കണം. ഇത് തിളപ്പിച്ചിട്ട് അതിനെ വടിച്ചെടുക്കണം. അടുത്ത് നമുക്ക് ചിക്കൻ എടുക്കാം. അതിലോട്ട് 2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യണം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി, 1 പിഞ്ച് മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ കോൺഫ്ലോർ. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇട്ടിട്ട് കൈവച്ച് നന്നായിട്ട് വിരവിയെടുക്കണം. എന്നിട്ട് അത് 30 മിനിറ്റ് അടച്ച് മാറ്റി വയ്ക്കണം. ചിക്കൻ പൊരിക്കാനായിട്ട് ചീനച്ചട്ടി എടുത്ത് അതിൽ എണ്ണ ഒഴിക്കണം. എന്നിട്ട് ഓരോ ചിക്കൻ പീസായിട്ട് ഇതിലിട്ട് പൊരിച്ചെടുക്കണം. നമ്മുടെ പൊരിച്ച ചിക്കൻ ചെറുതായിട്ടാക്കി വച്ചിരിക്കുന്നതാണിത്. അടുത്തതായിട്ട് നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അതിനായിട്ട് പാൻ ചൂടാക്കി അതിലോട്ട് എണ്ണ ഒഴിക്കണം. എണ്ണ ചൂടാകുമ്പോൾ അതിലോട്ട് നമ്മൾ അരിഞ്ഞു വച്ചിരുന്ന വെളുത്തുള്ളി ആഡ് ചെയ്യണം. വെളുത്തുള്ളി ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ എടുത്ത് വച്ചിരുന്ന സവാള അതിലോട്ട് ആഡ് ചെയ്യണം. 1 സവാളയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റണം. നമ്മൾ വഴറ്റിയ സവാളയിലോട്ട് വെജിറ്റബിളിൻ്റെ മിക്സ് ആഡ് ചെയ്യണം. ഞാനിവിടെ കുറച്ച് ക്യാപ്സിക്കം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളിതിന് വേണ്ട പൊടിയാണ് ആഡ് ചെയ്യുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തു. പിന്നെ 1/2 ടീസ്പൂൺ മസാലപ്പൊടി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് 2 മുട്ട എടുത്ത് അതിനെ നടുക്കായിട്ട് പൊട്ടിച്ചൊഴിക്കണം. എന്നിട്ട് അത് നന്നായിട്ട് കിണ്ടിയെടുക്കണം. അങ്ങനെ നമ്മൾ വെജിറ്റബിളും മുട്ടയും കൂടെ ഉള്ള മിക്സ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ചോറ് ഇതിൻ്റെ മുകളിലോട്ട് ഇടണം. എന്നിട്ട് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്നില്ലേ ചെറുതായിട്ടെടുത്ത ചിക്കൻ, അത് ഇതിൻ്റെ മുകളിലോട്ട് വിതറണം. എന്നിട്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യണം. എന്നിട്ട് 2 ടേബിൾ സ്പൂണോളം സോയാ സോസ് ഇതിലോട്ട് ഒഴിക്കണം. ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടെ ഇടണം. അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കണം. അടിയിൽ നിന്ന് എടുത്ത് ഇളക്കണം. നല്ലതുപോലെ ഇളക്കണം.
എന്നിട്ട് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കണം. അങ്ങനെ നമ്മളെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായിരിക്കുകയാണ്. എല്ലാവർക്കും ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടും. അത്ര ടേസ്റ്റിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നന്ദി.